ഹായ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഞങ്ങൾ നാളെ ഊട്ടിക്കൊരു ട്രിപ്പ് പോവാണ്. അപ്പം ട്രിപ്പിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്നാക്സ് ഞാൻ പാക്ക് ചെയ്യുവാണ്. പാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ആ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം സ്കൂൾ വെക്കേഷനാണ്. അപ്പം നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ, ഇതൊക്കെ കണ്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാണ്. അപ്പം ഒരു പക്ക റെസിപ്പി വീഡിയോ ആണ്. അപ്പം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രൂട്ട് കേക്ക് അല്ല, ഒരു ഹോട്ട് മിൽക്ക് കേക്ക് ഞാൻ ഫ്രൂട്ട് കേക്കായിട്ട് കൺവേർട്ട് ചെയ്തു. കാരണം എൻ്റെ ഫേവററ്റ് കേക്ക് ഹോട്ട് മിൽക്ക് കേക്ക്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഹോട്ട് മിൽക്ക് കേക്ക് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു ഹോട്ട് മിൽക്ക് കേക്കാണ്. പിന്നെ ഒരു ചോക്ലേറ്റ് മഫിൻസ്, കാരണം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഫേവററ്റ് സാധനം എപ്പോഴും ചോക്ലേറ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ചോക്ലേറ്റ് മഫിൻസും കൂടെ പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ഫ്രൂട്ട് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാണ്. കുറച്ച് മുന്നിലേൻ്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അധികം നേരം നിന്ന് പ്രിപ്പയർ ചെയ്യാൻ കാല് പ്രശ്നമുള്ളതുകൊണ്ട് മുല്ലേനും മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ഹോട്ട് മിൽക്ക് കേക്കിന് എപ്പോഴും ലോഫ്റ്റിനാണ് നല്ലത്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ബീറ്റ് ചെയ്യാണ്. ആ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാണ്. അതിൻ്റെ കൂടെ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യുക. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര. ഞാനിപ്പം എപ്പോഴും എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാരയാണ് കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടെ കുറവായാലും മതി, മധുരം അനുസരിച്ച് കേട്ടോ. എനിക്കെപ്പോഴും കേക്ക് ഒത്തിരി മധുരം ഇഷ്ടമല്ല. അപ്പം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് മാറ്റി വെച്ചു. പിന്നെ അതിലോട്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അപ്പം ഇത് രണ്ടും കൂടെ സീവറിൽ കൂടെ സീവ് ചെയ്ത് ഡയറക്റ്റ് ആ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്രൂട്ട് കേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ മൈദയുടെ കൂടെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ കിസ്മിസ്, ഞാനിങ്ങനെ എല്ലാം കൂടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാനിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ മൈദയുടെ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിടാം, അല്ലെങ്കിൽ അത് അടിയിലോട്ട് അങ്ങ് താഴ്ന്നു പോവും. അപ്പം മൈദയുടെ ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് സീവ് ചെയ്തിട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിന് കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പതുക്കെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹോട്ട് മിൽക്ക് കേക്കാണ്. അപ്പോൾ നമുക്ക് ഹോട്ട് മിൽക്കിന് വേണ്ടി 1/2 കപ്പ് പാല്, അതിലോട്ട് 50 ഗ്രാം ബട്ടർ. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ 50 ഗ്രാം സോൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് നല്ല ചൂടായിട്ട് വരണം. നല്ല ചൂടാകുമ്പോഴത്തേക്കും തിളച്ചല്ല ചൂടായ പാല് ഈ കേക്കിലോട്ട് അപ്പം തന്നെ കേക്ക് ബാറ്ററിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് വേഗം തന്നെ മിക്സാക്കി കൊടുക്കണം. ചൂടോടുകൂടി തന്നെ അങ്ങ് പതുക്കെ എപ്പോഴും നമ്മൾ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ പടപടേ കറിയൊന്നും മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യരുത്. എയർ ബബിൾസ് നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാവരും, ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസ് കളയാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 45 to 50 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും വലിയൊരു പാത്രത്തിലോട്ട് അടിയിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 50-55 മിനിറ്റ് വലിയൊരു പാത്രത്തിനകത്ത് അടച്ചു വെച്ച് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ സ്റ്റൗ ടോപ്പിൽ ഈസി ആയിട്ട് ഇതേ രീതി തന്നെ കിട്ടും. ഉപ്പൊന്നും ഇടണ്ട, ജസ്റ്റ് ഒരു ചെറിയ സ്റ്റാൻഡ് ഒരു വലിയ പാത്രത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് 50 മിനിറ്റ് വെച്ചാൽ അത് ഇടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. അപ്പം അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അടുത്ത് ചോക്ലേറ്റ് മഫിൻസിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഞാനിപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മുറിച്ച് വെക്കുകയാണ്. ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് മേടിച്ച് വെച്ചാലും മതി കേട്ടോ. എനിക്ക് ചോക്ലേറ്റ് ചിപ്സിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ലാഭകരം ഇതാകുമ്പം ഈ വലിയ കോമ്പൗണ്ട് ചോക്ലേറ്റ് 150 റുപ്പീസേ ഉള്ളൂ. ചോക്ലേറ്റ് ചിപ്സ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇതാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത് കേട്ടോ. അത് മുറിച്ച് ചെറിയ പീസായിട്ട് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കത്തി വെച്ചതിന് ചെറിയ പീസായിട്ട് മുറിച്ച് മാറ്റി വെക്കാം. പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചു, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച്
ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനിയും ഇതിനകത്തോട്ട് ചേർക്കുന്ന പഞ്ചസാര 1.5 കപ്പ്. അപ്പം ഞാൻ 2.25 കപ്പായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം 1/4 കപ്പ് ചേർത്തു. ഇതും പൊടിച്ച പഞ്ചസാര തന്നെയാണ്. 1/4 കപ്പ് ആദ്യം ചേർത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ തെറിച്ച് പോകും കേട്ടോ. അപ്പം ഇത് 12 മഫിൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1.25 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് ഒന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കുക. 2-3 പ്രാവശ്യം സീവ് ചെയ്യാം കേട്ടോ. അപ്പം 1/2 കപ്പ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ഇത് നന്നായിട്ട് സീവ് ചെയ്യുക ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അത് 1-2 പ്രാവശ്യം സീവ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീവ് ചെയ്ത് മാറ്റി വെക്കാം. ഹോട്ട് മിൽക്ക് കേക്കിന് അങ്ങനെ 2-3 പ്രാവശ്യം സീവ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സീവ് ചെയ്താൽ മഫിൻസ് കുറച്ചുകൂടെ നന്നായി കിട്ടും. ഇതിന് വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് പാലിലോട്ട് ഞാൻ 100 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. 100 ഗ്രാം സോൾട്ടഡ് ബട്ടർ ചേർക്കാം, ഇല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. മറ്റേതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. അത് നമ്മുടെ ഇഷ്ടം പോലെ. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിടണ്ട, അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിടാം. അങ്ങനെ പിന്നെ ശരിക്കും ഈ പാലിലോട്ട് ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഉണ്ടാക്കേണ്ടത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം. ഞാനത് അപ്പം ചേർക്കാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. എന്ത് ബോധത്തിലാണ് ഇതുണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തില്ല. ജസ്റ്റ് 100 ഗ്രാം ബട്ടറും പാലും കൂടെ ചൂടാക്കി, ഇതും മറ്റേതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ചെറുതായിട്ട്, അത്രയും ചൂടാക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കോഫി പൗഡറും കൂടി ഇട്ട് ഒന്ന് എടുക്കണം. ഞാൻ ആ കാപ്പിപ്പൊടി അത് കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഞാൻ വെറുതെ ഇതിനകത്തോട്ടങ്ങ് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്തു കേട്ടോ. ശരിക്കും ആ പാലിലോട്ടാണ് ചേർക്കേണ്ടത്. അത് പാടെ അങ്ങ് മറന്നുപോയി. അപ്പം ഒരു ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കിയാണ് ചേർക്കേണ്ടത്. കാരണം ചോക്ലേറ്റിനും കോഫിയും കൂടെ ആ മിക്സ് ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. അപ്പം അത് രണ്ടും കൂടെ മിക്സാക്കി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒരു 1/4 കപ്പ് ചേർക്കുക. 1/4 കപ്പ് ഒരു 1/2 കപ്പ് നമുക്ക് എത്ര ചോക്ലേറ്റ് വേണോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ, അത് ഇടുക. കോമ്പൗണ്ട് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പം മഫിൻസിനകത്ത് ഇങ്ങനെ അലിഞ്ഞ് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ചോക്ലേറ്റ് ഇങ്ങനെ അത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. ഈ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇടുമ്പം 12 മഫിൻസിനുണ്ടാവും. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 15 മിനിറ്റ്സാണ്. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം, 15 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യേണ്ടത്. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മളിതേപോലെ വലിയ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട്, ഇത് മഫിൻസ് കപ്പാണ് കേട്ടോ, കപ്പ് കേക്കിൻ്റെ. അപ്പോൾ ഈ റെസിപ്പി കപ്പ് കേക്കിൻ്റെ കപ്പിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ കപ്പ് കേക്ക് വേറെ കാണിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ സ്പൈസസിലൊക്കെ. അപ്പോൾ ഇത് ശരിക്കും മഫിൻസിൻ്റെ റെസിപ്പിയാണ്. ഇതപ്പോൾ കപ്പ് കേക്ക് മോൾഡിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്ത് തണക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും തണക്കാൻ വെച്ചിരുന്ന ഹോട്ട് മിൽക്ക് ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് തണക്കാനായിട്ട് ജസ്റ്റ് ഞാനൊരു തുണി വെച്ചിട്ട് എപ്പോഴും നമുക്ക് കേക്ക് മൂടി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം വീണ്ടും ഒരു നല്ലൊരു തുണി വെച്ചിട്ട് അടച്ച് മൂടി വെക്കാം കട്ട് ചെയ്യാൻ മുമ്പേ, അല്ലെങ്കിൽ അത് വേഗം പൊടിഞ്ഞു പോകും തണക്കുന്ന മുമ്പേ കട്ട് ചെയ്താൽ. അപ്പം നല്ല മഫിൻസ് റെഡി മണിയാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല അകത്ത് ഇതിൻ്റെ നല്ല ചോക്ലേറ്റ് മറ്റേ ഗ്രേറ്റഡ് ചോക്ലേറ്റ് മെൽറ്റായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി വെച്ച് ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് 12 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാനും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാവും. ഇനിയും ഹോട്ട് മിൽക്ക് ഫ്രൂട്ട് കേക്ക് ഞാൻ തന്നെ ഒരു പേരിട്ടതാണ് കേട്ടോ, ഹോട്ട് മിൽക്ക് ഫ്രൂട്ട് കേക്ക് എന്ന്. എനിക്ക് ഹോട്ട് മിൽക്കിൻ്റെ റെസിപ്പിയിലോട്ട് ഇച്ചിരി ഈ ടൂട്ടി ഫ്രൂട്ടി മിക്സ് ആക്കിയതാണ്. അപ്പം അത് കട്ട് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. മറ്റേ മഫിൻസ് സോഫ്റ്റ് അല്ല, മഫിൻസിൻ്റെ ടെക്സ്ചറിലാണ് മഫിൻസ് ഇരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റാണ്. മഫിൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മഫിൻസിൻ്റെ ടെക്സ്ചറിൽ വരുന്നൊരു സംഭവമാണ്.
അപ്പം നന്നായിട്ട് ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ചായ കുടിക്കുന്ന സമയത്ത് കട്ട് ചെയ്താൽ ഇത് ടീ ടൈം ആയിട്ട് കഴിക്കാൻ പറ്റും. ഒരു ടീ കേക്ക് പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചായ കുടി സമയത്ത് ഇത് നമുക്ക് ട്രിപ്പിനല്ലാതെ ഒക്കെ ഉണ്ടാക്കിയാൽ ഇതേപോലെ ഈവനിങ് ടീക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ. വെച്ചാൽ അധികം മധുരമില്ല. എനിക്ക് കേക്കിന് അധികം മധുരമുള്ളത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പൊടിച്ച് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റിയാണ് ഞാൻ 3/4 കപ്പ് എപ്പോഴും ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പൊടിക്കാത്ത പഞ്ചസാര അത് ചേർക്കുമ്പം കുറച്ചുകൂടെ മധുരം കൂടുതലായിരിക്കും. അപ്പം അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി മധുരം കുറവായിരിക്കും കേക്കിന്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. അത്രയും ഓവർ മധുരം എനിക്കിഷ്ടമല്ല. ചായ കുടിക്കാനൊക്കെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു പ്രചോദനമാവുമല്ലോ വീഡിയോസ് ഇടാനൊക്കെ. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി അല്ല അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ.